പേരിടിയിൽ ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ അറിഞ്ഞ എനിക്ക് പാവങ്ങളുടെ ഉമ്മ ആമിനാത്തൻ്റെ ഇല്ലേ നമ്മളെ മല്ലിമുളക് ആമിനാത്ത പാവങ്ങളുടെ ഉമ്മാൻ്റെ ഉമ്മ, അതായത് പാവങ്ങളുടെ ഉമ്മ ഞാൻ, അതിൻ്റെ ഉമ്മ. പിന്നെ ഷമീർക്കാക്ക് കുറുക്കൻ, ഷംനാക്ക് 2 പേരുണ്ട് കേട്ടോ, പുട്ടിത്താത്തായി ജപ്തിത്താത്തായി. അപ്പോൾ മക്കളെ, പേരിടിയിൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട് പേര്? അടിപൊളിയല്ലേ? പാവപ്പെട്ട ഉമ്മ, ഉമ്മാടെ ഉമ്മ. ഞാൻ ആ ഉമ്മാടെ ഉമ്മാനെ ദീനിയായ ഉമ്മ എന്നാണ് വിളിക്കാറ്. അത് എന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോയുമായി വരണ്ട്. പിന്നെ ഉള്ളത് ജപ്തിത്താത്ത, പുട്ടിത്താത്ത. അതെന്താണെന്നുള്ളത് അറിയാലോ. 100 രൂപ ചലഞ്ച് ജപ്തിയിലും വന്നു. പിന്നെ നമ്മൾ പുട്ടിയൊക്കെ ഇട്ടിട്ട് മിനുങ്ങി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ റീലും ഇതൊക്കെ ചെയ്യാറുള്ളൂ. അങ്ങനെ അതിന് പുട്ടിത്താത്ത എന്ന പേരും വന്നു. പിന്നെ ഉള്ളത് കുറുക്കൻ. കുക്കുറു കുക്കുറു കൂറുക്ക കക്കരി കക്കും കാറുമ്പ പണ്ടൊരു കാട്ടിലെത്തി, മുന്തിരി കണ്ട് കൊതിച്ചു, നാക്കിൽ വെള്ളം കൊതിച്ചു, കൊമ്പത്ത് നോക്കി നിന്നു. എങ്ങനെയുണ്ട് കുറുക്ക? എങ്ങനെയുണ്ട് ഈ പാട്ട്? കുറുക്കന് പറ്റിയ സോങ്ങാണ്. ഇവരുടെ ടീമിൻ്റെ, അതായത് ഈ കുറുക്കൻ മറ്റുള്ളവരുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇവരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പറ്റിക്കൽസും എല്ലാം വലിച്ചു കീറുന്നവരെ പറ്റി മോശമായി കമൻ്റ് ഇടുമ്പോൾ, അവരെ കളിയാക്കുന്ന തരത്തിൽ കമൻ്റ് ഇടുമ്പോൾ ഇയാളെ കുറുക്കൻ എന്നല്ലാതെ വേറെ എന്ത് വിളിക്കാനാ? നല്ല അസൽ പേരാണ് കുറുക്കൻ എന്ന്. അതിനൊക്കെ കുറച്ചൊരു മാന്യത വേണം. നമ്മുടെ കാര്യങ്ങളാണ് കൂടുതൽ കണ്ടിന്യൂ ആയിട്ട് പറയുന്നത്. നമ്മളെ കാര്യം ഇപ്പം ഒരാളെ പിടിച്ചാൽ റീച്ച് ആവും എന്ന് വിചാരിച്ചാൽ ഇതൊന്നും റീച്ച് ആവില്ല. കാരണം എന്തെങ്കിലും ഒരു പൊട്ടത്തരം വന്നിരുന്നിട്ട് പറയണം. അതുപോലെ തന്നെ പാവങ്ങളുടെ ഉമ്മ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. എന്തെന്നറിയാമോ? പാവങ്ങളുടെ ഉമ്മ ആകുമ്പോഴത്തേക്ക് അത് നല്ലതല്ലേ കേൾക്കാൻ. മദർ തെരേസക്കില്ലേ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്, അതുപോലെ മസ്റൂറ ഫാത്തിമക്ക്. അയ്യോ, എന്താ ഒരു പൂതി! മദർ തെരേസയായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിന് പറ്റിയ ചളുക്ക് കണ്ട. ഈ പാവപ്പെട്ട പൊതുജനങ്ങളെ പറ്റിച്ചു നേടിയിട്ട് എല്ലാവരും കൂടെ ഒരു പാവപ്പെട്ട ഉമ്മ എന്നൊരു ലേബല് ചാർത്തി തന്നപ്പോൾ അത് പാവങ്ങളുടെ ഉമ്മയാണ് മദർ തെരേസ, അല്ലാതെ പാവപ്പെട്ട ഉമ്മയല്ല. ശ്രദ്ധിച്ചോ, പാവപ്പെട്ട ഉമ്മയല്ല, പാവങ്ങളുടെ ഉമ്മയാണ് മദർ തെരേസ. അങ്ങനെ ക്രെഡിറ്റേ അങ്ങനെ അടിച്ചു മാറ്റണ്ട കേട്ടോ കല്യാണ രമണി. ഇന്നത്തോടെ ഞാൻ പാവപ്പെട്ട ഉമ്മ എന്നുള്ള ഇവരുടെ ലേബൽ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് കല്യാണ രമണി എന്നങ്ങ് ചാർത്തി തന്നു. അപ്പം എല്ലാവരും ഇനി കല്യാണ രമണി എന്ന് അഭിസംബോധന ചെയ്താൽ മതി. ഇസ്ലാമിൽ പാവങ്ങളുടെ ഉമ്മ എന്ന് പറയുന്നത് സൈനബ് ബിൻ ഖുസൈമ ആണ്. കാരണം ദരിദ്രരോടുള്ള അനുകമ്പയും സഹാനുഭൂതിയും കാരണമാണ് ഉമ്മുൽ മിസ്കീൻ അഥവാ പാവങ്ങളുടെ ഉമ്മ എന്ന് അറിയപ്പെടുന്നത്. ആ സ്ഥാനവും നീ തട്ടണ്ട. നിന്നെ ലേബൽ ചെയ്തിരുന്നത് പാവപ്പെട്ട ഉമ്മ എന്നാണ്. ഇപ്പം ഞാനത് മാറ്റി കല്യാണ രമണി എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ? ദീനിയായ ഉമ്മ എന്നാണ് മഞ്ഞളും മല്ലിയെയും ഞാൻ വിശേഷിപ്പിക്കാറ്. മഞ്ഞളും മാന്തളും ഭയങ്കര ഇസ്ലാമിക അറിവുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വീഡിയോയിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ചെയ്യും. എന്നാൽ ഇസ്ലാമികപരമായ ഒരു അറിവും ആ മാന്തളിന് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിക അറിവുള്ള ഒരാൾ ഒരിക്കലും ടുഗദർ എന്ന അന്യപുരുഷന്മാരുടെ കൂടെ ലൈവിൽ ഇരിക്കില്ലല്ലോ. ദീനിയായ ഉമ്മക്ക് ഭയങ്കര അറിവാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇരിക്കാൻ പാടില്ലല്ലോ, അല്ലേ? സാരമില്ല മോളൂസേ എന്ന് പറയുന്നത് പോലെ സാരമില്ല ഉമ്മ എന്നൊന്നും ഞാൻ പറയില്ല. ദീനിയായ ഉമ്മയാകുമ്പോൾ ആ ചിട്ടയും മട്ടനും ഒക്കെ ഉണ്ടാകുമല്ലോ, അല്ലേ? പിന്നെ നീ അങ്ങനെയല്ലേ, നീ ഇങ്ങനെയല്ലേ, നീ പുട്ടിയിട്ടിട്ടില്ലേ, നീ സ്യൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് വരുമായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ അതിന് മറുപടി തരാം. ഞാൻ വീഡിയോയിൽ വന്ന് എനിക്ക് വലിയ ഇസ്ലാമിക അറിവുണ്ട്, ഞാൻ എങ്ങനെയാണ്, എനിക്ക് വലുതായിട്ട് അറിവുണ്ട് എന്നൊന്നും ഞാൻ വീഡിയോയിൽ വന്ന് ആക്ട് ചെയ്തിട്ടില്ല. ആകെ +2 വരെ പഠിച്ച അറിവിൽ പറഞ്ഞതാണ് കേട്ടോ. ദീനിയായ ഉമ്മേ, ഞങ്ങളൊക്കെ അങ്ങനെയാണ്
പഠിച്ചിട്ടുള്ളത്. നിയമങ്ങളാണ് ഇപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇതാക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ചാനൽ പൂട്ടിക്കാൻ നോക്കിയാൽ പൂട്ടൂല മക്കളെ. കാരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, ഞാൻ എൻ്റെ കാര്യമാണ് കണ്ടിന്യൂ ആയിട്ട് ഇടുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം കൊണ്ടിട്ട് ഞാനങ്ങ് ആ ഒരു ടോർച്ചറിങ് ഒഴിവാട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങ് പറഞ്ഞു കളഞ്ഞു. എന്തൊരു പറഞ്ഞാലും മസ്റൂറ ഫാത്തിമ മസ്റൂറ ഫാത്തിമ മസ്റൂറ ഫാത്തിമ മസ്റൂറ ഫാത്തിമയെ പറഞ്ഞപ്പോൾ 1K 2K ഒക്കെ ഒത്തിരി പോണുണ്ട്. എത്തി നോക്കി അവിടെ ചെന്നിട്ട് പിന്നെ ഇത് ഈ പാവങ്ങളുടെ ഉമ്മാണ്, അല്ലാത്ത ഉമ്മാണ്, മറിച്ച ഉമ്മാണ് എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും. ഞാൻ ആരുടെ ഇവരുടെ ചാനലിന് സ്ട്രൈക്ക് കൊടുത്തത്? എന്തരടെ 50 ടീമിനെ കൊണ്ട് 50 പേരെ കൊണ്ട് 50 ടീമല്ല 50 പേരെ കൊണ്ട് ആരെങ്കിലും റിപ്പോർട്ട് അടുപ്പിക്കാൻ ശ്രമിച്ചുവോ? അതൊന്നും തെളിവില്ലാതെ പറയുന്നു. ഹേ എന്തരടേ ഇത്? പിന്നെ കണ്ടിന്യൂ ആയിട്ട് അവർ നുണ തട്ടിവിട്ടും ആ നുണ മുഴുവനും പൊളിച്ചടുക്കിയതുമാണ് ഈ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ നടന്നുകൊണ്ടിരിക്കും. അവർ കണ്ടിന്യൂ ആയിട്ട് നുണ തട്ടിവിട്ടും ആളുകളെ പറ്റിച്ചും സഹതാപം പിടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വീഡിയോ ചെയ്യും. അത് മുഴുവനും പൊളിച്ചെടുക്കലാണ് ഇപ്പം എൻ്റെ പണി. പിന്നെ ഇവർ പറയും റീച്ച് ആവാൻ വേണ്ടി ഇവരുടെ വീഡിയോ ചെയ്താൽ റീച്ച് ആവൂല എന്ന്. എന്നിട്ട് ഇവരെന്നെ പറയും റീച്ചിന് വേണ്ടിയിട്ട് തന്നെ അല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യുന്നത്, ഞാൻ പൊരുത്തപ്പെടൂല, ഒരിക്കലും പൊരുത്തപ്പെടൂല. പിന്നെ പറയുന്നത് മസ്റൂറ ഫാത്തിമ. ആരാ ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തത്? ഒരാളും ആ കുട്ടിയുടെ പേര് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടില്ല. എല്ലാവരും ഈ കല്യാണരമണിയുടെ പേര് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിന് 1K 2K ഒക്കെ അടിച്ചിട്ടുണ്ടാകാം. അത് വ്യൂവേഴ്സിൻ്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ വീഡിയോ കാണണം എന്നുള്ളത്, കാണണ്ട എന്നുള്ളതും വ്യൂവേഴ്സിൻ്റെ ഇഷ്ടമാണ്. അതിനിങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എന്നിട്ട് ആ കുട്ടിയുടെ തലമേൽ വെച്ച് കൊടുത്തിന് ഇവർക്ക് 2K 1K ഒക്കെ അടിച്ചത് മസ്റൂറ ഫാത്തിമയുടെ പേര് പറഞ്ഞിട്ടാണെന്ന്. ഈ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ലടേ. എന്തടേ ഇത്? ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ജീവിതം പറയുന്നുണ്ടല്ല, ഞാൻ അങ്ങടെ ആരാ? എന്നെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശ? കുറച്ചൊക്കെ ഉളുപ്പ് വേണം. കുറേ ആയി എൻ്റെ കൂട്ടുകാരികൾ പറയുന്നേടി ആ വീഡിയോ കണ്ടിട്ട് നീ ഒന്ന്, ഞാൻ പറയുന്നുണ്ട് എൻ്റെ വീഡിയോയിലൂടെ റീച്ച് ആവാന്ന് വെച്ചാൽ ഒരിക്കലും വല്ലാഹി എൻ്റെ പേര് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുടെ പേര് പറയില്ല. അത് നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി. പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് സ്വന്തം ജീവിതകഥ വിളമ്പുമ്പോൾ ഓർക്കണമായിരുന്നു ഇത് മുഴുവനും ആളുകൾ കാണുന്നുണ്ട് എന്നും അതിനെപ്പറ്റി അന്വേഷിക്കാൻ ആളുണ്ടാവുമെന്നും അത് ചെയ്യാൻ പലരും വരുമെന്നും. പിന്നെ നിങ്ങൾ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഓരോ നിങ്ങളുടെ നാട്ടുകാരുടെ കമൻറ്റുകളും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആളുകൾ ചെയ്യും, ആളുകൾ പറയും, റിയാക്ഷൻ ചെയ്യും, റോസ്റ്റ് ചെയ്യും. സർവ്വസാധാരണമാണത്. അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതെ വീട്ടിലിരിക്കണമായിരുന്നു. അവനാൻ ജോലി ചെയ്ത് കുട്ടികളെ നോക്കി സന്തോഷത്തോടെ ജീവിക്കണമായിരുന്നു. ഇവിടെ വന്ന് നിങ്ങളുടെ ജീവിതകഥ, പൊള്ളയായ ജീവിതകഥ ഇവിടെ വന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. സത്യം ഒരിക്കൽ മറ നീക്കി മുമ്പിൽ വരുമെന്ന്, അത് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമെന്ന്. ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയും റീച്ച്. ഇവരെന്നെ പറയും നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ലേ എന്ന്. എന്നിട്ട് പിന്നെ പറയും റീച്ച് ആവൂലെന്ന്. ശാപമാണ് ശാപം. പറയാനും വന്നിട്ടില്ല, ആരെ വീഡിയോ ഒന്നും ചെയ്യാനും വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് തന്നെ ആവശ്യത്തിലധികം കണ്ടന്റും കാര്യങ്ങളും ഉണ്ട്. ആദ്യത്തെ ഭർത്താവിനെ വിളിച്ച് തിരക്ക്, രണ്ടാമത്തെ ഭർത്താവിനെ വിളിച്ച് തിരക്കി, മൂന്നാമത്തെ ഭർത്താവിനെ കൊന്നത് ഞാനാണെന്ന്. മൂന്നാമത്തെ ഭർത്താവിനെ എന്തൊക്കെയാ മനുഷ്യൻ പറഞ്ഞ. ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം. ഞാൻ ഈ റമദാനെ മുൻനിർത്തിയിട്ട് ഞാൻ ആ കമന്റ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അതെനിക്കൊരു ഐഡന്റിറ്റി ആയിട്ട് വേണം. അത് ഞാൻ സ്ക്രീൻ റെക്കോർഡും എടുത്തിട്ടുണ്ട്. ഞാൻ വായിച്ചു തരാം, നിങ്ങൾ കേട്ടോളി. 5 വർഷങ്ങൾ കൊണ്ട് 3 ഭർത്താക്കന്മാരും 3 പിള്ളേരും. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എന്നെ അങ്ങ് ചോദ്യോത്തരങ്ങൾ പറയും. 3 ഭർത്താക്കന്മാർക്കും പിന്നീട് വിവാഹം ചെയ്ത് സുഖമായി അവർ ജീവിക്കുന്നു, സുഖസുന്ദരമായി അവർ ജീവിക്കുന്നു. അതിലൊരാൾ മാത്രമേ ആത്മഹത്യ ചെയ്തോളൂ. ഇന്നും ദുരൂഹതയുണ്ട്. ആർക്കാണ് കുഴപ്പം? ഭർത്താക്കന്മാർക്കോ അതോ എനിക്കോ? ഭർത്താക്കന്മാർക്കോടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് റിപ്ലൈ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഇത്രയും ചോദിക്കണ്ടേ? ഇതിനെ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ.
എന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ഞാൻ കല്യാണം അന്വേഷിച്ച ആ കമൻറ്റ് എഴുതിയിട്ട ആൾ ഞാനാണ്. അതിന് നല്ലോണം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ലൈക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 3 കല്യാണം, 3 പിള്ളേര്. മറ്റ് 2 ഭർത്താക്കന്മാർ വേറെ കല്യാണം കഴിച്ച് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. അതിൽ 3ാമത്തെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, ആത്മഹത്യയാണ്. അതിൽ ദുരൂഹത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ മനുഷ്യരുടെയും സംശയമാണ്. പിന്നെ പറഞ്ഞത് ഇവരുടെ ജീവിതം അന്വേഷിക്കാൻ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരും ആവണമെന്നില്ല. പബ്ലിക്കിൽ വന്നിട്ട് പറയുമ്പോൾ അത് റിയാക്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാവും. അവരൊക്കെ അമ്മായിയുടെ മക്കൾ ആവണമെന്ന് ഇല്ല കല്യാണ രമണി. മനസ്സിലായോ? ഒരവസ്ഥയാണ്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ഇട്, അല്ലെങ്കിൽ മറ്റോ നീ റിയാക്ഷൻ ചെയ്. ഈ നോക്കിയപ്പോ മസറൂറായ പിടിച്ചപ്പോ ഇത്തിരിയൊക്കെ അങ്ങ് റീച്ച് ഉണ്ട്. ദാടക്കണ് മൂട്ടില് കിടക്കും. കാരണം വെച്ചാലേ ഞാന് 3-4 മക്കളെ പ്രസവിച്ച് 3 മക്കൾ എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യും, ഇത്രയും ഇതാക്കി കിടക്കില്ല, നിങ്ങളെത്തി ചെലവിന് മേടിച്ചു തരി. ഒരു കുട്ടിക്ക് ഒരു 3000 രൂപ വെച്ചിട്ട് ചെലവിന് മേടിച്ചു തരി. അപ്പം 3 3 6 പിന്നെ ഒന്നിന് വേണ്ട, പാവം അദ്ദേഹം ഇല്ല ഈ ഭൂമിയിൽ, മേടിച്ചു തരി. അപ്പം നിങ്ങളെ നെഞ്ചിലെ കല്ലങ്ങ് ഇറങ്ങുമല്ല. അപ്പം പിന്നെ റീച്ചിൻ്റെ കാര്യം തന്നെയാണ് ഈ സാധനം പറയുന്നത്. ഈ കല്യാണ രമണി, പൊന്നാര കല്യാണ രമണി, ഞങ്ങൾ ഈ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടല്ല റീച്ച് ആവണത്. കല്യാണ രമണി എന്ന പേര് അല്ലെങ്കിൽ പാവപ്പെട്ട ഉമ്മ എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് റീച്ച് ആവണത്. പിന്നെയും ആ കുട്ടിയുടെ തലക്ക് ആ ക്രെഡിറ്റ് ഇടാൻ നോക്കണ്ട കേട്ടോ കല്യാണ രമണി. പിന്നെ കുട്ടികളുടെ ചെലവ്, അയ്യോ ചെലവിന് ആരെങ്കിലും കൊടുക്കേ, അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കേ ആരെങ്കിലും. കല്യാണ രമണി കോടതിയിൽ മക്കൾക്കുള്ള ചിലവ് മൊത്തം നക്കിയപ്പോൾ ഓർമ്മയില്ലേ, ആ കുട്ടിക്ക് പ്രായപൂർത്തി ആകുന്നത് വരെ ആൺകുട്ടിക്ക് ചിലവ് കൊടുക്കണമെന്നും പെൺകുട്ടിക്ക് കല്യാണം കഴിയുന്നത് വരെ ചെലവിന് കൊടുക്കേണ്ടി വരും എന്നുള്ള ബോധമൊന്നും ഉണ്ടായിരുന്നില്ലേ? മൊത്തം എണ്ണി വാങ്ങിക്കുമ്പോഴുള്ള ആ ചിരി എന്തായിരുന്നു? ഇപ്പോൾ റിയാക്ഷൻ ചെയ്യാൻ വരുന്നവർ ചിലവിന് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. ഉളുപ്പുണ്ടോ തള്ളേ നിങ്ങൾക്ക്? കല്യാണ രമണി എല്ലാം ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെയും റോസ്റ്റ് ചെയ്യുന്നവരുടെയും തലക്കിട്ട് കൊട്ടാൻ നിൽക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബായ്.